യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന ആത്മീയജ്ഞാന പരമ്പരയിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് പാണ്ഡവരും കുന്തിദേവിയും ഏകചക്രയിൽ നിന്ന് പാഞ്ചാലത്തേക്ക് യാത്ര തിരിക്കുന്നതും മാർഗമധ്യേ ഒരു ഗന്ധർവനുമായി അർജുനൻ യുദ്ധം ചെയ്യുന്നതും യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഗന്ധർവനിൽ നിന്ന് ചാശുകി മന്ത്രവിദ്യ അർജുനൻ സ്വീകരിക്കുന്നതും പകരമായി ആഗ്നേയാസ്ത്രമന്ത്രം ഗന്ധർവന് അർജുനൻ ഉപദേശിക്കുന്നതും ശേഷം ആ ഗന്ധർവൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു ദേവജ്ഞനായ ആചാര്യനെയും കൂട്ടി പാണ്ഡവരും കുന്തിദേവിയും പാഞ്ചാലത്തേക്ക് പ്രവേശിക്കുന്നതും പാഞ്ചാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ അവർ ഒരു കുശവാലയത്തിൽ താൽക്കാലിക താമസമുറപ്പിക്കുന്നതും ശേഷം ഭിക്ഷയ്ക്കും സ്വയംവരം കാണുന്നതിലേക്കും വേണ്ടി പാണ്ഡവർ പാഞ്ചാല സ്വയംവര പന്തലിലെത്തുന്നതും അവിടെ പാഞ്ചാലൻ ഒരുക്കി വച്ചിരുന്ന അസ്ത്രത്താൽ യന്ത്രക്രിയെ മുറിക്കാൻ വേണ്ടി അനേകം രാജാക്കന്മാർ ശ്രമിക്കുന്നതും അതിൽ നിന്നെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം കർണൻ ആ ദൗത്യത്തിലേക്ക് മുന്നോട്ട് വരുന്നതും നിഷ്പ്രയാസമായി ആ വില്ലുയർത്തി 5 ബാണങ്ങളും തൊടുത്ത് ലക്ഷ്യം ഭേദിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദ്രൗപദി സൂതപുത്രനെ ഞാൻ കല്യാണം കഴിക്കുന്നതല്ല എന്ന് വിളിച്ചു പറയുന്നതും ഇത് കേട്ട് അപമാനിതനായ കർണൻ ഇരിപ്പിടത്തിലേക്ക് പോയിരിക്കുന്നതുമായ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. തുടർന്ന് ആ സ്വയംവരപ്പന്തിലെത്തിയ രാജാക്കന്മാരെല്ലാവരും പ്രബലന്മാരായവരെല്ലാവരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ആ വേദിയിലേക്ക് തുടർന്ന് ബാക്കിയുണ്ടായിരുന്ന ഒരു രാജകുമാരന്മാരും മുന്നോട്ട് വരാനോ ആ വില്ലെടുക്കാനോ അവർക്ക് ഭയം തന്നെയായിരുന്നു. ആരും മുന്നോട്ട് വന്നതുമില്ല. ആകെ സ്വയംവരപ്പന്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ സ്വയംവരം തന്നെ മുടങ്ങിപ്പോകുമോ എന്ന ഭയത്താൽ ആകെ നിശബ്ദരായിരിക്കുകയും എന്നാൽ ഈ സമയത്ത് അവിടെ ബ്രാഹ്മണരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയായിരുന്ന അർജുനൻ അവിടെ നിന്ന് എണീറ്റ് രംഗവേദിയിലേക്ക് പ്രവേശിക്കുകയും രംഗവേദിയിലെത്തിക്കഴിഞ്ഞ അർജുനൻ തൻ്റെ മുന്നിലുണ്ടായിരുന്ന വില്ലിനടുത്തെത്തുകയും ഈ സമയത്ത് ബ്രാഹ്മണരുടെ ഇരിപ്പിടങ്ങളിലിരുന്ന എല്ലാ ബ്രാഹ്മണരും വളരെ സന്തോഷത്തോടുകൂടി ആർപ്പ് വിളിച്ച് അർജുനനെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഇത്രയും ക്ഷത്രിയ വീരന്മാരാൽ കഴിയാത്ത ഒരു ദൗത്യം എങ്ങനെയാണ് കേവലം ഒരു ബ്രാഹ്മണന് സാധ്യമാകുന്നത് എന്നുദ്ദേശിച്ച് ക്ഷത്രിയർ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഈ പരിഹാസങ്ങളോ ആർപ്പുവിളികളോ ഒന്നും ശ്രദ്ധിക്കാതെ അർജുനൻ ആ വില്ലിനടുത്തെത്തി വില്ലിനെ പ്രദക്ഷിണം വച്ചതിനു ശേഷം സാക്ഷാൽ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വില്ല് ഇടത്തെ കൈകൊണ്ട് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോട് പൊക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ ആ വേദിയിലുണ്ടായിരുന്ന സർവ്വ ആൾക്കാരും സന്തോഷിച്ചുകൊണ്ട് കരഘോഷം നടത്തി. ഇത് ഒരു ബ്രാഹ്മണനല്ല, യഥാർത്ഥ അർജുനനാണ് എന്നറിയാവുന്ന ഒരേ ഒരു വ്യക്തി ആ കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ വളരെ മുന്നേ തന്നെ അർജുനനെയും പാണ്ഡവരെയും ബ്രാഹ്മണ വേഷത്തിലിരിക്കുന്നത് കാണുകയും അത് ജ്യേഷ്ഠനായ ബലരാമന് കാട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അർജുനൻ കൃഷ്ണനെ ധ്യാനിച്ച് വില്ല് കയ്യിലേന്തി വളരെ നിഷ്പ്രയാസമായി അത് വലിച്ചു കെട്ടി 5 ബാണങ്ങൾ ഒരുമിച്ച് തൊടുത്ത് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന 5 ഘോരങ്ങൾ വഴി ആ ബാണങ്ങൾ ഒരു നിമിഷം കൊണ്ട് എയ്ത് യന്ത്രക്കിളിയുടെ
തല മുറിച്ച് മൂട്ടിലിടുകയും ചെയ്തു. ഇത് കണ്ട രംഗത്ത് ഉണ്ടായിരുന്ന രംഗവേദിയിലുണ്ടായിരുന്ന കാഴ്ചക്കാരായ സർവ്വ ആൾക്കാരും ഒന്നിച്ച് ആർപ്പ് വിളിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും അതിലേറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചത് ബ്രാഹ്മണരുടെ വേദിയിലിരുന്ന ബ്രാഹ്മണർ തന്നെയായിരുന്നു. എന്നാൽ സർവ്വ ആൾക്കാരുടെയും സന്തോഷത്തിൻ്റെ ഇടയിൽ ദ്രൗപദി കാമികളായ ഇന്ദ്രക്കിളിയെ മുറിക്കാൻ വില്ല് പോലും എടുക്കാൻ കഴിയാതിരുന്ന അനേകം ക്ഷത്രിയ രാജാക്കന്മാർക്ക് വളരെയധികം വിഷമവും ഉള്ളിൽ പകയും ഉണ്ടാവുകയും തങ്ങളെ എല്ലാവരെയും ഈ പാഞ്ചാലദേശത്തേക്ക് വിളിച്ചു വരുത്തിയ ദ്രുപദൻ കേവലം ഒരു ബ്രാഹ്മണന് ദ്രൗപദിയെ നൽകി നമ്മളെയെല്ലാം അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടമായി ഒരുമിച്ച് എണീക്കുകയും ദ്രുപദനെ യുദ്ധത്തിന് നേരിടുന്നതിലേക്ക് വേണ്ടി ദ്രുപദനെ വളയുകയും ചെയ്തു. പെട്ടെന്ന് വളരെ വില്ലാളി തന്നെയായിരുന്നു ദ്രുപദനെങ്കിലും ഇത്രയും രാജാക്കന്മാർ ഒരുമിച്ച് തന്നെ നേരിടാൻ പെട്ടെന്നെത്തിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്ന ദ്രുപദനോട് അർജുനൻ വളരെ രഹസ്യമായി പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല, ഇവരെയെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന്. എന്നിട്ട് ആ രംഗവേദിയിൽ തന്നെ ഉണ്ടായിരുന്ന വില്ലുമെടുത്ത് ഈ ക്ഷത്രിയന്മാരെ നേരിടുന്നതിലേക്ക് വേണ്ടി അർജുനൻ മുന്നോട്ട് വരികയും ഈ സമയം ഇതെല്ലാം വീക്ഷിച്ചിരിക്കുകയായിരുന്ന പാണ്ഡവരിൽ ഭീമൻ ആ സ്വയംവര പന്തലിൽ നിന്നൊരു ഭീമാകാരമായ തൂണ് വലിച്ചു പിഴുത് അങ്ങ് ഒരു ഭാഗത്ത് നിന്ന് ദ്രുപദനെ ആക്രമിക്കാൻ വന്ന ക്ഷത്രിയന്മാരെ അടിച്ചൊതുക്കാൻ തുടങ്ങി. വളരെ സമയം ഒരു വൻ യുദ്ധം തന്നെ ആ സ്വയംവര പന്തലിൽ നടന്നു. അർജുനൻ അസ്ത്രത്താൽ പല യോദ്ധാക്കളെയും നേരിട്ടപ്പോൾ ഭീമൻ ആ കയ്യിലുണ്ടായിരുന്ന തൂണിനെ ഗതയാക്കി സർവ്വരാജാക്കന്മാരെയും നേരിട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് വളരെ നിഷ്പ്രയാസം അർജുനൻ ഓരോ രാജകുമാരന്മാരെയും പരാജയപ്പെടുത്തി മുന്നേറുന്ന സമയത്ത് കർണൻ അർജുനനെ നേരിടുകയും കർണനും അർജുനനുമായി വളരെ ദീർഘസമയം യുദ്ധം നടക്കുകയും ചെയ്തു. അപ്പോൾ കർണന് മനസ്സിലായി ഇത് കേവലം ഒരു ബ്രാഹ്മണനല്ലെന്നും ഏതോ അത്ഭുത ശക്തികളുള്ള ഗന്ധർവനാരോ ആയിരിക്കും എന്ന് വിചാരിച്ച് കർണൻ ആ യുദ്ധം നിർത്തി അവിടെ നിന്ന് മാറി. വീണ്ടും യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ വേദിയിലുണ്ടായിരുന്ന കൃഷ്ണൻ എണീറ്റ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ക്ഷത്രിയരെ, നിങ്ങൾ നിർത്തുക. ഈ സ്വയംവരം പൂർണ്ണമായും ധർമ്മത്തിലൂടെ തന്നെയാണ് നടന്നത്. കാരണം ദ്രുപദൻ നിശ്ചയിച്ചിരുന്ന യന്ത്രക്കിളി മുറിക്കാൻ ഈ ബ്രാഹ്മണ യോദ്ധാവിനെ കഴിഞ്ഞുള്ളൂ, നിങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ആ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് യന്ത്രക്കിളിയെ മുറിച്ച ബ്രാഹ്മണ യോദ്ധാവിന് തന്നെയാണ് ഇതാ ദ്രൗപദിയെ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നിങ്ങളാണ് അധർമ്മം പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ഇത് നിർത്തിവെക്കുക എന്ന് പറയുകയും ഈ സമയത്ത് യന്ത്രക്കിളി മുറിച്ച ആ യോദ്ധാവിൻ്റെ മുന്നിലേക്ക് ദ്രൗപദി നടന്നു വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന വർണ്ണമാല്യം അർജുനൻ്റെ കഴുത്തിലേക്ക് ഇടുകയും ചെയ്തു. മറ്റ് ക്ഷത്രിയ യോദ്ധാക്കളെല്ലാം അവിടെ നിന്ന് സ്ഥലം വിട്ടു തുടങ്ങി. ഈ സമയത്ത് അന്നേ ദിവസം രാവിലെ അങ്ങ് കുശവാലയത്തിൽ നിന്ന് പാണ്ഡവർ തൻ്റെ മാതാവിനോട് താങ്കൾ ഭിക്ഷയ്ക്കും ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ സ്വയംവരം കാണുന്നതിലേക്കും വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര തിരിച്ച പാണ്ഡവരെ സന്ധ്യയായിട്ടും 10 ദിവസം സമയം ആയിട്ടും കാണാതിരുന്നപ്പോൾ വളരെയധികം വ്യസനിച്ച് കുന്തിദേവി ഇരിക്കുകയും സന്ധ്യ കഴിഞ്ഞു രാത്രിയായി പാതിരാത്രിയായും അവരെ കാണാതിരുന്നപ്പോൾ വളരെ ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയായിരുന്ന കുന്തിദേവിയുടെ മുമ്പ് പുറത്തു നിന്നൊരു വിളി കേട്ടു, അമ്മേ, നമുക്ക് ഭിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന്. ഇത് കേട്ട് അകത്തിരിക്കുകയായിരുന്ന കുന്തിദേവി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇന്ന് ലഭിച്ച ഭിക്ഷ നിങ്ങൾ 5 പേരുമായി അനുഭവിച്ചു കൊള്ളുക എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പാണ്ഡവരും ദ്രൗപദിയുമായി കുശവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയും എന്നാൽ പാണ്ഡവരോടൊപ്പം ദ്രൗപദിയെയും കണ്ട കുന്തിദേവി വളരെ ഞെട്ടലോടുകൂടി തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് വിചാരിക്കുകയും
ഇന്ന് ഇവർക്ക് ഭിക്ഷയായി ലഭിച്ചിരിക്കുന്നത് കോമളാംഗിയായ ഈ യുവസുന്ദരിയെയാണെന്നും ഇവൾ ഒരുവളെ 5 പേരുമായി അനുഭവിക്കുന്നത് എങ്ങനെയാണ്, ഒരാളിനെ മാത്രമല്ലേ വിവാഹം കഴിക്കാൻ കഴിയൂ, തനിക്ക് പിണഞ്ഞ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മിഷ്ഠനായ മൂത്തപുത്രൻ യുധിഷ്ഠിരനെ വിളിച്ച് കുന്തിദേവി ഇപ്രകാരം പറഞ്ഞു: പുത്രാ, എനിക്ക് അബദ്ധം പറ്റി. നിങ്ങൾ സമയത്തിനെത്താത്തതിൻ്റെ കോപം കൊണ്ട് ഞാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞതാണ്. നീ ധർമ്മിഷ്ഠനാണ്, ധർമ്മമീമാംസ പഠിച്ചവനാണ്. നീ ഉചിതമായ ഒരു തീരുമാനമെടുക്കുക. എന്നാൽ മാതാവിൻ്റെ വാക്കുകൾ വൃഥാവിലാവാനും പാടില്ല എന്ന് യുധിഷ്ഠിരനോട് പറയുകയും യുധിഷ്ഠിരൻ ഇത് കേട്ട് അനുജനായ അർജുനനെ വിളിച്ച്: അർജുന, നീ യന്ത്രക്രിയ മുറിച്ചാണ് ദ്രൗപദിയെ നേടിയിരിക്കുന്നത്. തൽക്കാലം അമ്മയുടെ വാക്കുകൾ നമുക്ക് വിസ്മരിക്കാം. നീ തന്നെ ഈ ദ്രൗപദിയെ വിവാഹം കഴിക്കണം എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ അർജുനൻ പറഞ്ഞു: ജ്യേഷ്ഠൻ എന്താണ് ഈ പറയുന്നത്? ധർമ്മിഷ്ഠനായ അങ്ങക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അമ്മയുടെ വാക്കുകൾ ഒരിക്കലും വൃഥാവിലാവാൻ പാടില്ല. ഇവളെ നമുക്ക് 5 പേർക്കുമായി വേലി കഴിക്കാം എന്ന് പറയുകയും, എന്നാൽ ഈ സമയം അങ്ങ് പാഞ്ചാല ദേശത്തിൽ നിന്ന് കേവലം ഒരു ബ്രാഹ്മണ യുവാവ് ദ്രൗപദിയെ യന്ത്രക്കിളി മുറിച്ച് സ്വന്തമാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. ഇവൻ ആരാണ്, എവിടേക്കാണ് കൊണ്ടുപോയത് എന്നറിയുന്നതിലേക്ക് വേണ്ടി ദ്രുപദൻ്റെ പുത്രനായ ദൃഷ്ടദ്രുമ്നൻ പുറകെ ഇവർ കാണാതെ സഞ്ചരിക്കുകയും കുശവാലയത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ പാണ്ഡവരെ ആ ഗൃഹത്തിന് പുറത്തു നിന്ന് അകത്ത് നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം കേൾക്കുകയും കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ ദൃഷ്ടദ്രുമ്നൻ പാഞ്ചാല കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി സ്വപിതാവിനോട് ഇപ്രകാരം പറഞ്ഞു: പിതാവേ, അവർ ബ്രാഹ്മണരല്ല, അവർ ക്ഷത്രിയരാണ് എന്ന് മാത്രമല്ല, അത് പാണ്ഡവരാണ്. അതിൽ അർജുനൻ തന്നെയാണ് യന്ത്രക്രിയെ മുറിച്ച് കൃഷ്ണയെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദ്രുപദനുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. കാരണം അർജുനന് വേലി കഴിച്ച് കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഒരു പുത്രി ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് യജ്ഞം നടത്തി കൃഷ്ണയെ ദ്രുപദൻ നേടിയത് തന്നെ. ആ അർജുനന് കൃഷ്ണയെ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന ദുഃഖത്തോടു കൂടി കൊട്ടാരത്തിലിരിക്കുമ്പോഴാണ് അർജുനൻ തന്നെയാണ് യന്ത്രക്കുളി മുറിച്ചതും കൃഷ്ണ എന്ന ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുപോയതും എന്നറിഞ്ഞപ്പോൾ ദ്രുപദനുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ കൊട്ടാരത്തിൽ നിന്ന് രഥവും യഥാനം ജോലിക്കാരെയും ആ കുശവാലയത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് പാണ്ഡവരെയും ദ്രൗപദിയെയും കുന്തിദേവിയെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പാഞ്ചാല കൊട്ടാരത്തിലെത്തിയ പാണ്ഡവർക്കും കുന്തിദേവിക്കും വളരെ രാജോചിതമായ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. വളരെ സന്തോഷത്തോടുകൂടി ദിവസങ്ങൾ അവിടെ പാർക്കുകയായിരുന്ന പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രർ എന്നറിയപ്പെടുന്ന യുധിഷ്ഠിരനോട് ഒരു ദിവസം ദ്രുപദൻ ഇപ്രകാരം പറഞ്ഞു: ഹേ രാജാവേ, എത്രയും പെട്ടെന്ന് നല്ല ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ആ മുഹൂർത്തത്തിൽ എൻ്റെ പുത്രിയായ കൃഷ്ണയെ യന്ത്രക്കിളി മുറിച്ച് സ്വന്തമാക്കിയ അർജുനന് വേലി കഴിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ നമുക്കുണ്ടാക്കണം. അതിന് അങ്ങ് സഹകരിക്കണം എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ യുധിഷ്ഠിരൻ ഇപ്രകാരം തിരിച്ചു പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ഞാൻ അർജുനൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ അവിവാഹിതനാണ്, എനിക്ക് ഒരു വിവാഹം കഴിക്കണമെന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞ ദ്രുപദൻ ധർമ്മപുത്രരായി പറഞ്ഞു: ഹേ മഹാരാജാവേ, എൻ്റെ പുത്രിയെ അങ്ങ് വിവാഹം കഴിക്കുന്നതിലും എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. എന്നാൽ അർജുനാണ് അവളെ നേടിയതെങ്കിലും അദ്ദേഹം അങ്ങയുടെ അനുജനാണല്ലോ. അതുകൊണ്ട് അങ്ങ് എൻ്റെ പുത്രിയെ വിവാഹം കഴിക്കണം. കഴിച്ചാൽ എനിക്ക് യാതൊരു അതൃപ്തിയുമില്ല, സന്തോഷം തന്നെയാണ് എന്നറിയിച്ചു. ഇത് കേട്ട് കഴിഞ്ഞ യുധിഷ്ഠിരൻ ദ്രുപദനോട് പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ദ്രൗപദിയെ നമ്മൾ 5 പേരുമായി അനുഭവിക്കാനാണ് എൻ്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ 5 പേരുമായി ഇവളെ കരം ഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന്.
ഇത് കേട്ടുകഴിഞ്ഞ ദ്രുപദൻ പെട്ടെന്ന് ഞെട്ടുകയും, അല്ലയോ ധർമ്മിഷ്ഠനായ മഹാരാജാവേ, അങ്ങെന്താണ് ഈ പറയുന്നത്? ധർമ്മത്തിന് പ്രശസ്തി ആർജിച്ച പേരുകേട്ട വ്യക്തിത്വമാണല്ലോ അങ്ങ്. അതിനാലാണല്ലോ അങ്ങേക്ക് ധർമ്മപുത്രർ എന്ന് തന്നെ നാമം ലഭിച്ചിരിക്കുന്നതും. അങ്ങ് എങ്ങനെയാണ് ഈ അധർമ്മം പറയാൻ കഴിയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒരു സ്ത്രീക്ക് അനേകം ഭർത്താക്കന്മാരാകാം എന്ന് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഒരു പുരുഷന് അനേകം സ്ത്രീകളാകാം എന്ന് അനേകം ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചതല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ നിങ്ങൾ 5 പേരുമായി വിവാഹം കഴിക്കുന്നത്? അത് അധർമ്മമാവില്ലേ? ധർമ്മത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന അങ്ങയ്ക്ക് എങ്ങനെയാണ് ഈ അധർമ്മം എന്നോട് പറയാൻ തന്നെ തോന്നിയത് എന്ന് ധർമ്മപുത്രരോട്, അതായത് യുധിഷ്ഠിരനോട് ദ്രുപദൻ ചോദിക്കുകയും, എന്നാൽ യുധിഷ്ഠിരൻ ഇപ്രകാരം മറുപടി പറയുകയും ചെയ്തു: അല്ലയോ മഹാരാജാവേ, ധർമ്മം എന്നത് വളരെ നിഗൂഢമായ ഒരു സത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മയുടെ വാക്കുകൾ നിറവേറ്റുക എന്നതാണ് നമ്മുടെ ധർമ്മം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവാക്കുകളാണ്. ഗുരു എന്നാൽ സാക്ഷാൽ മാതാവാണ് ഒന്നാമത്തെ ഗുരു. 2ാം ഗുരു പിതാവും, 3ാം ഗുരു അവന് ആദ്യാക്ഷരം എഴുതി കൊടുക്കുന്നവനും, 4ാം ഗുരുവേ മറ്റു ഗുരുക്കന്മാരുമാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഗുരു ഉപദേശം പാലിക്കാത്തവൻ ഒരു മനുഷ്യനും ധർമ്മിഷ്ഠനല്ല. ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 1ാമത്തെ ഗുരുവായ മാതാവിൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത ഒരു പുത്രൻ ധർമ്മിഷ്ഠനല്ല, അവൻ അധർമ്മിയാവും. അങ്ങനെ നമ്മുടെ വഴിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അമ്മയുടെ വാക്കുകളാണ് ധർമ്മം. ആ ധർമ്മം പാലിക്കുകയാണ് എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും ദൗത്യം. അതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ ഇത് ആവശ്യപ്പെട്ടത് എന്ന് ധർമ്മപുത്രർ ദ്രുപദനോട് പറയുകയും, എന്നാൽ ഇത് പെട്ടെന്ന് അംഗീകരിക്കാൻ ദ്രുപദന് കഴിയാതിരിക്കുകയും, ഈ സമയം സാക്ഷാൽ വ്യാസ മഹാഋഷി അവിടെ എത്തുകയും ചെയ്തു. വ്യാസ മഹാഋഷിയെ കണ്ട പാണ്ഡവരും പാഞ്ചാലരും വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തുകയും, അതിനുശേഷം ആതിഥ്യമര്യാദകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അവരോട് ഈ വിവരം ദ്രുപദ രാജാവ് അങ്ങനെ ഇദ്ദേഹത്തെ, അതായത് വ്യാസ ഋഷിയോട് അവരുടെ മുന്നിലുണ്ടായിരുന്ന അപ്പോൾ തർക്കമായി നിലനിന്നിരുന്ന ആ വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടുകഴിഞ്ഞ വ്യാസൻ തൽക്കാലം ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: ഇത് വളരെ കലുഷിതമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ ദ്രുപദ രാജാവ് നേരത്തെ ധർമ്മപുത്രരോട് പറഞ്ഞ അതേ അഭിപ്രായം തന്നെ വ്യാസനോട് പറയുകയും, ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നൻ ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു: അല്ലയോ മഹാഋഷിയെ, ജ്യേഷ്ഠൻ്റെ ഭാര്യ മാതാവാണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ജ്യേഷ്ഠ ഭാര്യ മാതാവിന് സമമാവുമ്പോൾ എങ്ങനെയാണ് അനുജന്മാരടക്കം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എന്ന് ദൃഷ്ടദ്യുമ്നൻ വ്യാസനോട് ചോദിക്കുകയും, അപ്പോൾ ധർമ്മപുത്രർ അദ്ദേഹം പഠിച്ചിട്ടുള്ള പല കഥകളിൽ നിന്ന് 7 മഹാഋഷിമാർക്ക് ഭാര്യയായി ഒരു സ്ത്രീ ജീവിച്ചിരുന്ന സംഭവം അവിടെ വിവരിക്കുകയും 10 ഗന്ധർവന്മാർക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്ന ഒരു സംഭവം കൂടി വിവരിച്ചു കൊടുക്കുകയും, ഈ നമ്മുടെ തനിക്ക് ഇപ്പോൾ ധർമ്മം നടത്തേണ്ടത് തൻ്റെ മാതാവിൻ്റെ വാക്ക് പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ഇവയെല്ലാം കേട്ടുകഴിഞ്ഞ വ്യാസൻ മഹാരാജാവിനോട് പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ സംശയം ഞാൻ തീർത്തു തരാം. അങ്ങ് എന്നോടൊപ്പം വരിക എന്ന് പറഞ്ഞ് കൊട്ടാരത്തിനുള്ളിലേക്ക് മഹാരാജാവിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോവുകയും, അങ്ങേ ഞാൻ ഈ ദ്രൗപദിയുടെ പൂർവജന്മകഥ വിവരിച്ചു തരാം എന്ന് പറയുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ദ്രൗപദിയുടെ, അതായത് പാഞ്ചാലിയുടെ
പൂർവജന്മകഥ വ്യാസൻ ധ്രുവദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അതെല്ലാം കേട്ടുകഴിഞ്ഞ് ധ്രുവദൻ സമ്മതിക്കുന്നതുമായ ഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് പറയാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.